നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടും ചൂരും പങ്കുവയ്ക്കുന്ന പീപ്പിൾ ടിവിയുടെ പ്രതിദിന തിരഞ്ഞെടുപ്പ് പരിപാടിയായ അങ്കചൂടിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം നാളെ തീരാനിരിക്കെ മുന്നണികൾ എല്ലാവരും തെക്കൻ ജില്ലകളിൽ കടുത്ത പ്രചരണത്തിലാണ്. തിരുവനന്തപുരത്ത് നിന്നും ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ എടുത്തു പറയേണ്ടത്. കാരണം നാളെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ മാത്രമായിരിക്കും സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക നൽകാൻ സാധിക്കുക. അതിനുശേഷം അതാത് ഭരണാധികാരികൾ ഈ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് 5-ാം തീയതി ഏപ്രിൽ 5-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയവും ഉണ്ട് എന്നുള്ള കാര്യവും വരണാധികാരി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ നടന്നു പോരുന്നത്. ഏതായാലും തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ, ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമായി ഇതുവരെയായി സമർപ്പിച്ചിട്ടുള്ളത് 18 നാമനിർദ്ദേശ പത്രികകളാണ്. ഓരോ മണ്ഡലങ്ങളിലും 9 സ്ഥാനാർത്ഥികൾ വീതമാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത് ഇതുവരെയായി. ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പണം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഏതായാലും എല്ലാ മണ്ഡലത്തിലും, ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ, അതാത് പാർട്ടികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം അത് ഇരട്ടിയാവുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം പല ഇടങ്ങളിലും, മിക്ക മണ്ഡലങ്ങളിലും 1ഉം 2ഉം ഘട്ട പ്രചരണ പരിപാടികൾ പല സ്ഥാനാർത്ഥികളും പൂർത്തിയാക്കി കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മിക്ക മണ്ഡലങ്ങളിലും ഇത്തവണ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന്, പല മണ്ഡലങ്ങളിലും നമുക്കറിയാം ഈ 20 മണ്ഡലങ്ങളിൽ പലതിലും ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് പലയിടത്തും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു പൊതു വിലയിരുത്തൽ എന്ന് പറയുന്നത്. LDF സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലും അവരുടെ പര്യടനം അത് കൂടുതൽ വാശിയേറിയ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ ഒരു മേൽക്കൈ ഇതിനോടകം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലായിടത്തു നിന്നും വ്യക്തമാണ്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ കൺവെൻഷനുകൾ, അതിനുശേഷം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, തുടർന്ന് ഭവന സന്ദർശനം, അതിനുശേഷം വാഹന പര്യടനം, ആ രീതിയിൽ ഓരോ പ്രവർത്തകരും ആ രീതിയിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും നാളെ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നത് കൂടി പൂർത്തിയാകുമ്പോൾ അതിന്റെ ആവേശം, തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാകും എന്നുള്ളതിൽ സംശയമില്ല. എല്ലാ മുന്നണികളും, ഓരോ മുന്നണികളും വോട്ടർമാരെ അവസാനമായി, അതായത് ഒരാളെ പോലും വിട്ടുപോകാത്ത തരത്തിൽ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിൽ തന്നെയാണ്. അതിനുവേണ്ടി രാവിലെ പുലർച്ചെ മുതൽ തന്നെ അവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുന്നുണ്ട് ഓരോ സ്ഥാനാർത്ഥികളും. തുടർന്ന് രാവന്തിയോളം വരെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് പൊതു തെരഞ്ഞെടുപ്പിനായി ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കയിടത്തും വലിയ തോതിലുള്ള ഒരു പ്രചാരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കുക, അത് തന്നെയാണ് ഓരോ മുന്നണിയും ലക്ഷ്യം വെക്കുന്നത്. വിട്ടുപോയ മേഖലകളുണ്ടെങ്കിൽ അത് ആ രീതിയിൽ കേന്ദ്രീകരിക്കുക. ഓരോ ഇടത്തും പല മേഖലകളിലും ഒരു ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയ സ്ഥലങ്ങളിൽ 2ാം ഘട്ട പര്യടനത്തിനിറങ്ങുക, ആ രീതിയിൽ ഓരോ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മുന്നണികളും ഏതായാലും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടി കൂടുതൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ മുഴുകും എന്നുള്ളതിൽ സംശയമില്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തുവന്നതോടെ ഇതിനെതിരെ ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നു. പാവപ്പെട്ടവനും പണക്കാരനും ഒരേ നികുതി ചുമത്തുന്ന പ്രകടന പത്രിക യാതൊരു ഗുണവും സാധാരണക്കാർക്കുണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം ആക്ഷേപമുയർത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കൊല്ലത്ത് വളരെ പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനം, അവിടെ UDFും BJPയും എതിർക്കൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ UDF സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥന മേടിച്ചൊന്ന് വായിച്ചു നോക്കും. എന്റെ കാറിലുണ്ടാവണം. ഒരു വാചകം മോഡിക്കെതിരായിട്ട് BJPക്കെതിരായിട്ടില്ല. അങ്ങനെയുണ്ടോ ഒരു UDF സ്ഥാനാർത്ഥി? രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിൽ തന്നെ വേണം ഇത്തരത്തിൽ BJPയുമായിട്ടുള്ള ഒട്ടുകച്ചവടം. ഒരു വാചകം, ഒരു പരാമർശം ഇല്ല. കോൺഗ്രസിനെ പൂർത്തിയിട്ടുണ്ട്.
ബാക്കി വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. പക്ഷെ BJPക്കെതിരായിട്ട്, RSSനെതിരായിട്ട്, ഇവരുടെ വർഗീയ തിമിരത്തിനെതിരായിട്ട്, മോഡി സർക്കാരിനെതിരായിട്ട് ഒരു വാചകമില്ലാതെ ഒരു UDF സ്ഥാനാർത്ഥി പ്രചരണം നടത്തുന്നു എന്നുള്ളത് വളരെ വളരെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. എങ്ങനെയാ പ്രതിപക്ഷ നേതാവ് ഇത് വിശദീകരിക്കാൻ അറിയാൻ താല്പര്യവും. ശക്തമായ മത്സരം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി KM ബാലഗോപാൽ ഇന്ന് പത്രിക സമർപ്പിച്ചു. CAT ഓഫീസിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ഇടത് പ്രവർത്തകരുമൊത്ത് കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചത്. അതേസമയം UDF സ്ഥാനാർത്ഥി ചടയമംഗലത്തും NDA സ്ഥാനാർത്ഥി പുനലൂരിലും ഇന്ന് വോട്ട് തേടി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KM ബാലഗോപാൽ ഇന്ന് അദ്ദേഹം പത്രിക സമർപ്പിച്ച ദിവസം കൂടിയായിരുന്നു. രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറന്മുളയിൽ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബം, കൊച്ചുകുട്ടി ഉൾപ്പെടെയുള്ളവർ കുടുംബങ്ങൾ അവിടെ എത്തുകയും KM ബാലഗോപാലിനെ കണ്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. KM ബാലഗോപാൽ ഉൾപ്പെടുന്ന CPM ജില്ലാ നേതൃത്വമാണ് പ്രളയ സമയത്ത് കൊല്ലത്തിൽ നിന്ന് കേരളത്തിന്റെ സേന എന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കുകയും അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ആ കുടുംബം, ജീവിതം തിരിച്ചു കിട്ടിയ കുടുംബം KM ബാലഗോപാലിന് നന്ദി അറിയിക്കാനായി എത്തിയിരുന്നത്. ആ കുട്ടി അതിനുള്ള സംഭാവന നൽകുകയും ചെയ്തു. അതേസമയം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് CAT ഓഫീസിലേക്ക് എത്തിയ KM ബാലഗോപാൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം കളക്ടറേറ്റിലേക്ക് പോയത്. അതിന് തൊട്ട് മുന്നോടിയായി അദ്ദേഹം പ്രകൃതിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മരത്തൈ നടുകയും ചെയ്തു. അതിനെ തുടർന്ന് ജില്ലാ കളക്ടറേറ്റിൽ എത്തുകയും അവിടെ ജില്ലാ വരണാധികാരി S കാർത്തികേയന്റെ മുന്നാകെ അദ്ദേഹം പത്രിക സമർപ്പിച്ചു. തുടർന്ന് പുറത്തു വന്ന അദ്ദേഹം തനിക്ക് നേരിന്റെ രാഷ്ട്രീയത്തിനും സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിനും സംശുദ്ധ രാഷ്ട്രീയത്തിനും തനിക്ക് വോട്ട് നൽകണം, ആരുമാറ്റക്കാരെ അല്ല പിന്തുണയ്ക്കേണ്ടുന്നത്, നേരിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരെയാണ് പിന്തുണയ്ക്കേണ്ടത്, വികസനത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ് പിന്തുണയ്ക്കേണ്ടതെന്ന് അദ്ദേഹം ഈ വോട്ടർമാരോടായി അദ്ദേഹം അഭ്യർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം വീണ്ടും പല സ്ഥലങ്ങളിൽ സ്വീകരണ പരിപാടികൾക്കെല്ലാം പോവുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി LK പ്രേമചന്ദ്രൻ ഇന്ന് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. അതേസമയം BJP സ്ഥാനാർത്ഥി VK സാബു ഇന്ന് പുനലൂരിലും കൊല്ലത്തുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ 2 ദിവസമായി മധ്യകരത്തിൽ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഇന്ന് എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അവ്യക്തതയുണ്ടെന്ന് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ മിനിമം ഇൻകം എന്ന ഒരു നിർദ്ദേശം നടപ്പാക്കാൻ വേണ്ടി എവിടെ നിന്നാണ് കോൺഗ്രസിന് സാമ്പത്തിക സ്രോതസ്സെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്നത് പാർട്ടി നയമല്ലെന്നും യെച്ചൂരി വ്യക്തമാക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് സീതാറാം യെച്ചൂരി സുദീർഘമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് വരാൻ പോകുന്നത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ മതേതര സ്വഭാവം അതേപടി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നും യെച്ചൂരി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു മതേതര ബദൽ സർക്കാർ ഉണ്ടാക്കുകയാണ്, മതേതര സർക്കാർ ഉണ്ടാക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്നാണ് യെച്ചൂരി പ്രധാനമായും പറഞ്ഞത്. BJP സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നും സീതാറാം യെച്ചൂരി പറയുകയുണ്ടായി. The communal polarization and the atmosphere of hate and violence that has been created over these years is rupturing of social fabric. The economic policies are ruining the livelihood of crores of people. All this is creating a situation whereby the defense of India as we know of it post-independence, that becomes the paramount task. ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കൈമാറുക എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തുമെന്നും സീതാറാം യെച്ചൂരി പറയുകയുണ്ടായി. ഇതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് വ്യക്തികളെ അധിക്ഷേപിക്കൽ പാർട്ടിയുടെ ഒരു നയമല്ല, സ്ത്രീകളുടെ മുന്നേറ്റത്തിനും തുല്യതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് CPIM എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് പാർട്ടി തുടരുന്നതെന്നും സീതാറാം യെച്ചൂരി പറയുകയുണ്ടായി. As far as the party is concerned, we don't comment ever on personalities.
Our comment is on the policies and their politics that they represent, always. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 വിജയം ഇടതുപക്ഷം ആവർത്തിക്കും എന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM അനൂപ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കാലതാമസം UDF ക്യാമ്പിൽ ഇപ്പോഴും മന്ദഗതിയിലാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയോടെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം വയനാട്ടിലേക്ക് പോകുന്നതും UDF സ്ഥാനാർത്ഥികളെ വലച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രംഗം വളരെയധികം ചൂട് പിടിച്ചിരിക്കുകയാണ്. കാരണം പ്രധാനമായിട്ടും ശക്തമായ വേനൽ ചൂട് ഒരു പരിധിവരെ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ വോട്ടർമാരെയൊക്കെ അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീവ്രമായിട്ടുള്ള പ്രചരണ രംഗത്താണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അമ്പലപ്പുഴ മണ്ഡലത്തിലായിരുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ രാവിലെ തോട്ടപ്പള്ളി മുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ 3ാം വട്ട പര്യടനത്തിന് ഇന്ന് നമുക്ക് തുടക്കം കുറിച്ച് കാണാൻ സാധിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും ഏതാണ്ട് 40-ലധികം കേന്ദ്രങ്ങളിലാണ് ഇന്ന് അദ്ദേഹത്തിന് സ്വീകരണമുള്ളത്. ഇത്തരത്തിലുള്ള സ്വീകരണ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് AM ആരിഫിന് ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് തൻ്റെ 3ാം വട്ട പര്യടനം ആരംഭിച്ചത്, സ്വീകരണ പരിപാടി ആരംഭിച്ചത്. ഇന്നലെ കായംകുളത്തും ഹരിപ്പാട് തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ ആലപ്പുഴ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കുക. എന്തായാലും തീരദേശ മേഖലയിലടക്കം വളരെയധികം ആവേശമാണ് ആരിഫിന് നമുക്ക് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. പല കേന്ദ്രങ്ങളിലും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാത്തുനിന്നാണ് സ്വീകരിക്കുന്നത്. അതിൽ അത്രത്തോളം ആവേശമാണ് നമുക്ക് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം NDA സ്ഥാനാർത്ഥി വീടുകൾ കയറിയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയാകട്ടെ ഇന്ന് ചേർത്തലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ യോഗങ്ങളും മറ്റും സംഘടിപ്പിച്ച് സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ടുകൊണ്ട് തൻ്റെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലം പരിശോധിച്ചു കഴിഞ്ഞാൽ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടനാടൻ പ്രദേശങ്ങളിലായിരുന്നു. നമുക്കറിയാം പ്രളയം തകർത്ത കുട്ടനാട്ടിൽ വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ചിറ്റയം ഗോപകുമാറിന് നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ള സ്വീകരണം ഓരോ കേന്ദ്രങ്ങളിലും ചിറ്റയത്തിന് വളരെയധികം ആവേശകരമായ സ്വീകരണം, കുട്ടനാടിൻ്റെ മണ്ണിൻ്റെ മണമുള്ള സ്വീകരണം നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ഇന്ന് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൻ്റെ മാന്നാറടക്കമുള്ള പ്രദേശങ്ങളിലും അതോടൊപ്പം ചെങ്ങന്നൂർ നഗര കേന്ദ്രങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ചെങ്ങന്നൂർ MLA കൂടിയായിട്ടുള്ള സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ നമുക്ക് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ തന്നെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ചിറ്റയത്തിൻ്റെയും പ്രചരണം നടക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷും തൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മാവേലിക്കര മണ്ഡലങ്ങളുടെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വാശിയേറിയ ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയതയിലും അഴിമതിയിലും കോൺഗ്രസും BJPയും സമന്മാരാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. 2014 കാര്യമായി നേട്ടമുണ്ടാക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഇത്തവണയും വലിയ ചലനം സൃഷ്ടിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥം ഉപ്പുതറയിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MA ബേബി. ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP സ്വീകരിക്കുന്നത് എങ്കിൽ മൃദുയാണ്. BJPയും കോൺഗ്രസും പാവപ്പെട്ടവർക്കുമെതിരെ ആൾക്കൂട്ട ആക്രമണങ്ങളാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് അരങ്ങേറുന്നത്. കർഷകരുടെ വിഷയങ്ങളിൽ ഇരു പാർട്ടികൾക്കും ഒരേ നിലപാട് തന്നെയാണ് ഉള്ളത്. ഗോവധ നിരോധനം നടപ്പാക്കിയത് ആരാണ് എന്നത് സംബന്ധിച്ച് തങ്ങളാണ് എന്നുള്ള അവകാശവാദവുമായിട്ട് കൊണ്ടാണ് ഇരു പാർട്ടികളും മത്സരിക്കുന്നത് എന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. RSS നിയന്ത്രിക്കുന്ന BJPയെ, അവരുടെ വർഗീയതയെ പൂർണ്ണമായി തുറന്നു കാണിച്ച് എതിർക്കാൻ കഴിയാതെ RSSന്റെ ഭീകരവർഗീയതയെ കുറച്ച് വീര്യം കുറഞ്ഞ കോൺഗ്രസ് വർഗീയത കൊണ്ട് നേരിടാം എന്ന് ധരിച്ചു വശായിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന യുവാവും കൂട്ടരും അടങ്ങുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലായ്മയ്ക്കുള്ള ഒരു ശിക്ഷ, ചെവിക്കുപിടി കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളാണ് നൽകേണ്ടത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത പാർലമെന്റ് അംഗം ശ്രീ ജോയ്സ് ജോർജ്, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ള അംഗീകാരമായി കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാം അണിനിരക്കണം. ചടങ്ങിൽ ES ബിജിമോൾ MLA ഉൾപ്പെടെ LDFന്റെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. വരും ദിവസങ്ങളിലും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് മണ്ഡലം ശ്രദ്ധേയമാണ്. വെള്ളിയാഴ്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, തുടർന്നുള്ള ദിവസങ്ങളിൽ
മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവരും മണ്ഡലത്തിലെത്തുന്നുണ്ട്. ഇങ്ങനെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വലിയൊരു ആവേശം, വലിയൊരു ഊർജ്ജത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. മധ്യകേരളത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ പൂർണ്ണമാകുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മലബാറിലെ വിശേഷങ്ങളുമായി ജോഷില ചേരും. ദേശീയ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്തെത്തിയതോടുകൂടി വടക്കൻ കേരളത്തിൽ പ്രചാരണ രംഗം ശക്തമായിരിക്കുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി കാസർഗോഡ് മണ്ഡലത്തിലും പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറെ സജീവമായി. ഇന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതേസമയം വനിതകളെ പ്രിസൈഡിംഗ് ഓഫീസർമാരായി നിയമിച്ചത് കള്ളവോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുകയാണെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശം ഏറെ വിവാദമായിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സണ്ണി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇതിനകം പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് KP സതീഷ് ചന്ദ്രനാണ്, LDFന്റെ സ്ഥാനാർത്ഥി. പിന്നീട് NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിയുടെ ഊഴമായിരുന്നു. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ UDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. ഇതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ ഒരു പരാമർശം വിവാദമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ അദ്ദേഹം മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു ആക്ഷേപമാണ് വിവാദമായിരിക്കുന്നത്. വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണം വിവാദമായിരിക്കുകയാണ്. LDFന് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണ് വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെ വ്യാപകമായി നിയമിച്ചതെന്നായിരുന്നു ഉണ്ണിത്താന്റെ ആരോപണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റ കാര്യത്തിലേ വലിയ പ്രതീക്ഷയുള്ളൂ, കള്ളവോട്ടുകളുടെ കാര്യത്തിൽ. അത് ഫലപ്രദമായി ചെയ്യാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർമാരായി പെണ്ണുങ്ങളെ എത്തിയിരിക്കുന്നത്. അത് തന്നെ ആണത്വമില്ലാത്തതിൻ്റെ ഒരു തെളിവാണ്, പൗരുഷമില്ലായ്മയുടെ തെളിവാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, എല്ലാ തവണത്തെയും പോലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ സ്ത്രീകളെ മാറ്റി പുരുഷന്മാരാക്കാൻ ഇവർക്ക് ചങ്കൂറ്റമുണ്ടോ, തന്റെ ഇടമുണ്ടോ? ഇത് സ്ത്രീത്വത്തിനെതിരെയുള്ള ഉണ്ണിത്താന്റെ പരാമർശമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഉണ്ണിത്താൻ തന്റെ പ്രസ്താവന പിൻവലിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. LDF, UDF, BJP സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇന്ന് KP സതീഷ് ചന്ദ്രൻ LDF സ്ഥാനാർത്ഥി അദ്ദേഹം പര്യടനം നടത്തിയത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ മലയോര മേഖലയിലായിരുന്നു. വൻ ജനപങ്കാളിത്തമാണ് അദ്ദേഹത്തിന്റെ സ്വീകരണങ്ങളിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. UDF, BJP സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച് മത്സരം നടക്കുന്ന വയനാട്ടിൽ നാളെ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി എത്തും. PP സുനീർ ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തിയത്. തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. D രാജ അടക്കമുള്ള ദേശീയ നേതാക്കളും പ്രചരണ പ്രവർത്തനത്തിനായി വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതീവ സുരക്ഷയിലാണ് വയനാട്. രാഹുൽ ഗാന്ധി നാളെ പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ അത് വലിയ സുരക്ഷാ വലയത്തിലായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധിയും മുകുൾ വാസ്നിക്, AK ആന്റണി തുടങ്ങിയ ദേശീയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. കൽപ്പറ്റയിൽ 2 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോയും പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മണിക്കൂറുകൾ മാത്രമേ അദ്ദേഹം ജില്ലയിൽ ഉണ്ടാവൂ എങ്കിലും വലിയ തോതിലുള്ള പ്രചരണ പരിപാടികളാണ് UDF ഇത് സംബന്ധിച്ച്, അല്ലെങ്കിൽ രാഹുൽ എത്തുന്നത് സംബന്ധിച്ച് വയനാട്ടിൽ അത് സംബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി എത്തുന്നതിന്റെ ആവേശത്തിലാണ് വയനാട്ടിലെ UDF പ്രവർത്തകർ. ഏതാനും മണിക്കൂറുകൾ മാത്രമേ അദ്ദേഹം ജില്ലയിലുണ്ടാവൂ. ഹെലികോപ്റ്റർ മാർഗമായിരിക്കും അദ്ദേഹം SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 10 മണിയോടുകൂടി എത്തിച്ചേരുക. LDF സ്ഥാനാർത്ഥി PP സുനീർ ഇപ്പോൾ പ്രചരണ പരിപാടികളുമായി നിലമ്പൂരിലാണുള്ളത്. ഏതായാലും 4ാം ഘട്ട പ്രചരണ പരിപാടികൾ ആരംഭിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF. CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ഇന്ന് ജില്ലയിലെത്തി പ്രചരണ പരിപാടികൾ വിലയിരുത്തി. അദ്ദേഹം നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ വയനാട്ടിൽ ഇന്ന് നടന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കോൺഗ്രസ് മോദി രാജ്യത്തെ ഭീതിയിലാഴ്ത്തി അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്, കോൺഗ്രസിന് ഇത് കാര്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പ്രചരണ പരിപാടികൾ പറഞ്ഞു. പ്രചരണ പരിപാടികൾക്ക് ശേഷം കൽപ്പറ്റയിൽ അദ്ദേഹം മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തു. കണ്ണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ 2ാം ഘട്ട പ്രചരണ പരിപാടികൾ തുടരുകയാണ്. അതേസമയം CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള
പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തിയത് LDF ക്യാമ്പുകൾക്ക് ആവേശമായി. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ടാം ഘട്ട പൊതുപര്യടനം നടത്തുന്ന കണ്ണൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് മണ്ഡലത്തിലെങ്ങും ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. ശ്രീമതി ടീച്ചർ ഇന്ന് പേരാവൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. പ്രത്യേകിച്ചും മലയോര കർഷകർ ധാരാളമായിട്ടുള്ള ഈ മണ്ഡലത്തിൽ വലിയ സ്വീകരണം തന്നെ PK ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചു. ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം MP എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാർ അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു ഈ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുള്ള വലിയ ജനപങ്കാളിത്തം. പ്രായം ചെന്നവരും സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എല്ലാവരും ഇവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം LDFനെ വിജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതാണ് ഇവരെല്ലാവരും പറയുന്നത്. ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, LDF ജയിക്കും, LDF ഉജ്ജ്വലമായ ജയം നേടും, അല്ലേ? അപ്പോൾ അതെ, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഇവരെല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. കണ്ണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തി കഴിഞ്ഞു. നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ച് പൊതുപര്യടനവും രണ്ടാം ഘട്ടം ഏതാണ്ട് പൂർത്തിയാകാൻ ഒരുങ്ങുകയാണ്. വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി CK പത്മനാഭനും മണ്ഡല പര്യടനം തുടരുകയാണ്. അങ്കച്ചൂടിന്റെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം, ഇതേ സമയം. നന്ദി, നമസ്കാരം.